Hello my dear students, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the chapter Electrochemistry part 6. In this session we are going to discuss about conductance. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ പറ്റിയാണ്. ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ നമ്മൾ ഒരു റിയാക്ഷൻ നടത്തി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ദെൻ അതിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് സെല്ല് ഇലക്ട്രോലിറ്റിക് സെല്ലാണെന്നും ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത് ഇലക്ട്രോലിറ്റിക് സെൽ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ടൈപ്പ് സെല്ലാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നിട്ട് ഏതോ ഒരു റിയാക്ഷൻ നടത്തിയെടുക്കുന്നു, അതാണ് ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ബീക്കർ, ഇതിലേക്ക് നമ്മൾ എവിടെയാണോ റിയാക്ഷൻ നടത്തേണ്ടത് ആ റിയാക്ഷൻ വേണ്ട സൊല്യൂഷൻ ആണ് ഇതിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഫിൽ ചെയ്യുന്നത്. എന്തിലാണോ റിയാക്ഷൻ വേണ്ടത് അത് ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കും. എന്നിട്ട് ഇതേ സൊല്യൂഷനിൽ തന്നെ കാഥോഡും ആനോഡും ഡിപ്പ് ചെയ്ത് വയ്ക്കും. ദെൻ ബാറ്ററി വഴി ഈ കാഥോഡിലേക്കും ആനോഡിലേക്കും നമ്മൾ കറണ്ട് പാസ് ചെയ്യിക്കും. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യിക്കുന്നു, ഈ കറണ്ട് ഫ്ലോ ചെയ്ത് സൊല്യൂഷനിലേക്ക് എത്തുന്നു, സൊല്യൂഷനിൽ റിയാക്ഷൻ നടക്കുന്നു. ഓക്കെ, അതാണ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടിംഗ് ടു കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെല്ലാണ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ല് പഠിക്കുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ച് ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനിലേക്ക് എത്തിക്കുവാണ്. ഈ കറണ്ട് എത്തുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ നടത്തുക. ഓക്കെ, അപ്പൊ എമൗണ്ട് ഓഫ് കറണ്ട് റിസീവ്ഡ് ബൈ ദി ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചായിരിക്കും നമുക്ക് ഈ റിയാക്ഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ ആണ് നമ്മളിപ്പോൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കണ്ടക്ടൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് എത്ര എളുപ്പത്തിൽ കറണ്ടിനെ അതിലൂടെ ഫ്ലോ ചെയ്യിക്കുന്നോ അതിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ G ആണ്. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടൻസ്. എത്ര എളുപ്പത്തിൽ ഒരു സബ്സ്റ്റൻസ് കറണ്ടിനെ പാസ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് എന്തിനേക്കാ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദാറ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് ഇക്വേഷൻ ആക്കാൻ വേണ്ടി R is equal to rho L by A ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് റോ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നതെന്നും പഠിച്ചിട്ടുണ്ട്. സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു മെറ്റീരിയലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ആ മെറ്റീരിയലിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഒരു മെറ്റീരിയലിന് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് പോലെ സ്പെസിഫിക് റെസിസ്റ്റൻസിന് ഒരു റെസിപ്രോക്കൽ ഉണ്ട്. സ്പെസിഫിക് റെസിസ്റ്റൻസിനും ഒരു റെസിപ്രോക്കൽ ഉണ്ട്. ദാറ്റ് ഈസ് 1/ρ വിച്ച് ഈസ് നോൺ ആസ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ്. റെസിസ്റ്റൻസിന്റെ കോൺസ്റ്റന്റ് ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ. അതുപോലെ കണ്ടക്ടൻസിന്റെ കോൺസ്റ്റന്റ് ആണ് എന്ത്
സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി. ഓക്കെ, അതെങ്ങനെയാ എഴുതുക? 1/ρ എന്ന് എഴുതാം. ഓക്കെ, 1/ρ എന്ന് എഴുതാം. റെസിപ്രോക്കൽ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അതെല്ലാം ഞാൻ ഇവിടെ ഇക്വേഷനിൽ കാണിച്ചിട്ടുണ്ട്. ഈ സ്പെസിഫിക് കണ്ടക്ടൻസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് കാപ്പ. കാപ്പ എന്ന സിമ്പൽ കൊണ്ടാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിവിടെ പറഞ്ഞതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ പഠിക്കാൻ പോകുന്നത് കണ്ടക്ടൻസ് ആണ് അല്ലെ. ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എത്ര എളുപ്പത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് കണ്ടക്ടൻസ് ജി. പക്ഷെ ആ കണ്ടക്ടൻസ് ജിയെ കുറിച്ചല്ല നമ്മളിവിടെ കൂടുതലും മെൻഷൻ ചെയ്യുന്നത്. ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലും എടുത്താൽ, ദാറ്റ് മീൻസ് അങ്ങനെ പറയുന്നതിലും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പറയാം യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയം സൊല്യൂഷൻ എടുത്താൽ, ആ ഇലക്ട്രോലൈറ്റ് യൂണിറ്റ് വോളിയം സൊല്യൂഷൻ എടുത്താൽ അതിലൂടെ എത്ര കറണ്ട് പാസ് ചെയ്തു പോകും, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്താ? സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു മെറ്റീരിയലിലൂടെ എത്ര എളുപ്പത്തിൽ കറണ്ട് കടന്നു പോകുന്നു അതാണ് സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ സൊല്യൂഷന്റെ ആവശ്യവും അത് തന്നെയാണ്. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള അല്ലെങ്കിൽ യൂണിറ്റ് വോളിയം സൊല്യൂഷൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ എത്രത്തോളം കറണ്ടിനെ പാസ് ചെയ്യിക്കുന്നു അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൂടുതലും പഠിക്കുന്നത് ഏതിനെ കുറിച്ചാ? സ്പെസിഫിക് കണ്ടക്ടൻസ്, കാപ്പയെ കുറിച്ചാണ് നമ്മളിവിടെ കൂടുതലും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ കാപ്പയ്ക്കുള്ള ഇക്വേഷൻ എന്ത് വരും? കാപ്പ is equal to 1/ρ. കാപ്പ is equal to 1/ρ അല്ലെങ്കിൽ G is equal to കാപ്പ into A/L എന്ന് പറയുന്ന ഒരു ഇക്വേഷനും ഉണ്ട് കേട്ടോ. അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ കാപ്പ is equal to 1/ρ. ഇറ്റ് ഈസ് ജസ്റ്റ് റെസിപ്രോക്കൽ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പൊ ഈ കാപ്പയെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് വോളിയം സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, ഇനി ആ കണ്ടക്ടിവിറ്റി അപ്പൊ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ട് നമ്മൾ ആ സെല്ലിലേക്ക് കൊടുക്കുമ്പോൾ അത് ഈ സൊല്യൂഷനിലേക്ക് എത്തുന്നു. ഇനി അത് സൊല്യൂഷനിലൂടെ പാസ് ചെയ്ത് പോണെങ്കിൽ ഈ സൊല്യൂഷനിലുള്ളത് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് കാറ്റയോൺസും ആനയോൺസും ആണ്. ഈ കാറ്റയോൺസും ആനയോൺസും ഈ കറണ്ടിനെ ക്യാരി ചെയ്യണം. അപ്പോഴാണ് അവിടെ റിയാക്ഷൻ നടക്കുക. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് അയോൺസിനെയാണ് ഈ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക. യൂണിറ്റ് വോളിയം സൊല്യൂഷനിൽ എത്ര അയോൺസ് ഉണ്ടോ, എത്ര നമ്പർ ഓഫ് അയോൺസ് ഉണ്ടോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും കണ്ടക്ടിവിറ്റി. നമ്പർ ഓഫ് അയോൺസ് കൂടുതലാണെങ്കിൽ കൂടുതൽ അയോൺസ് ഈ കറണ്ടിനെ ക്യാരി ചെയ്തു പോകും, അതനുസരിച്ച് കൂടുതൽ റിയാക്ഷൻ നടക്കില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം നമ്പർ ഓഫ് അയോൺസ് കൂടുതലാണെങ്കിൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയും കൂടുതലായിരിക്കും അല്ലെ. നമ്പർ ഓഫ് അയോൺസ് കൂടുതലാണെങ്കിൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഓഫ് ദാറ്റ് സൊല്യൂഷൻ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ യൂണിറ്റ് വോളിയം സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ യൂണിറ്റ് വോളിയത്തിൽ എത്ര നമ്പർ ഓഫ് അയോൺസ് ഉണ്ടോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. ഓക്കെ, അത് മാത്രമല്ല പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് അയോൺസ് ഉണ്ടായിട്ട് കാര്യമില്ല, ഈ നമ്പർ ഓഫ് അയോൺസ് മൂവ് ചെയ്യണോ അല്ലെ. അപ്പൊ മൊബിലിറ്റിയും കൂടി അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എത്ര സ്പീഡിൽ മൂവ് ചെയ്യുന്നു അത്രയും കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇതാണ് രണ്ട് മേജർ ആയിട്ടുള്ള കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, നമ്പർ ഓഫ് അയോൺസും അതിന്റെ മൊബിലിറ്റിയും. ഓക്കെ, അപ്പൊ അത് കൂടുന്തോറും കണ്ടക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. ഇനി എല്ലാ സിറ്റുവേഷനിലും നമ്മൾ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി തന്നെയാണോ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടുപിടിക്കുന്നത്? അല്ല, നമുക്ക് വേറൊരു കണ്ടക്ടിവിറ്റിയും കൂടി ഉണ്ട്, അതാണ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ, ആ സൊല്യൂഷൻ നമുക്കറിയാം നമ്മൾ എത്രയോ വോളിയം ആണ് എടുത്തിരിക്കുന്നത്. എത്രയോ വോളിയം, അത് എത്രയാണെന്ന് നമുക്കറിയില്ല, എത്രയോ വോളിയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വോളിയത്തിന്റെ ഉള്ളിലേക്ക് എത്രയോ ഇലക്ട്രോലൈറ്റും നമ്മൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്
എത്രയോ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റും നമ്മൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എമൗണ്ടും നമുക്കറിയില്ല. ഓക്കെ, അതിൽ 1 മോൾ ഇലക്ട്രോലൈറ്റ്, ഈ ടോട്ടൽ ഇലക്ട്രോലൈറ്റിൽ 1 മോൾ ഇലക്ട്രോലൈറ്റിനെ കൊണ്ട് മാത്രം അവിടെ എത്ര കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നു? അതാണ് മോളാർ കണ്ടക്ടിവിറ്റി. The conductivity produced by 1 mole of ions present in the solution. ഈ സൊല്യൂഷനിലെ 1 മോൾ അയോൺസിനെ കൊണ്ട്, 1 മോൾ ഇലക്ട്രോലൈറ്റിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റി എത്രയാണോ അതാണ് ഈ സൊല്യൂഷന്റെ മോളാർ കണ്ടക്ടിവിറ്റി. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലാംഡ m. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ലാംഡ m. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കാപ്പ ബൈ സി ആണ് കേട്ടോ. അതായത് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി, യൂണിറ്റ് വോളിയം സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ഈ ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ. സി എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. മോളാർ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ യൂണിറ്റ് വോളിയം സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയെ മൊളാരിറ്റി, ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് മോളാർ conductivity. Okay, molar conductivity എങ്ങനെ ഡിഫൈൻ ചെയ്യാ? It is the conductivity produced by 1 mole of electrolyte. Okay, then molar conductivity യുടെ യൂണിറ്റ് സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ ആണ്. സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ ആണ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ 2 തരത്തിലുള്ള കണ്ടക്ടിവിറ്റിയാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. ഒരു ഇലക്ട്രോലൈറ്റിന് പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? സ്പെസിഫിക് കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി. Specific conductivity means the conductivity produced by unit volume of solution. ഈ സൊല്യൂഷന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു വോളിയം, യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്താൽ ഇതിന്റെ ഉള്ളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടക്ടിവിറ്റിയാണ് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് കണ്ടക്ടിവിറ്റിയോ, ഈ ഇലക്ട്രോലൈറ്റിൽ നിന്ന് 1 മോൾ ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ ആണ് മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ ആണല്ലോ. അപ്പൊ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കാപ്പയും മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ആണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് ലാംഡ എം ഇസ് ഈക്വൽ ടു കാപ്പ ബൈ സി. അല്ലെങ്കിൽ ഒരു 2 റിലേഷനും കൂടി ഉണ്ട്. കാപ്പ ഇൻറ്റു വോളിയം ഓഫ് ദിസ് ഇലക്ട്രോലൈറ്റ്. ഇത് എത്ര വോളിയം എടുത്തിട്ടുണ്ടോ ആ ടോട്ടൽ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. അല്ലെങ്കിൽ കാപ്പ ഇൻറ്റു 1000 ബൈ എം, ഇങ്ങനെയും എഴുതാറുണ്ട്. അപ്പൊ ഇതെല്ലാം മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. ഈ കണ്ടക്ടിവിറ്റി എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. നമ്മൾ ഇലക്ട്രോലൈറ്റ് പല കോൺസെൻട്രേഷനിൽ എടുക്കും അല്ലേ. 1 മോളാർ, 2 മോളാർ, 0.1 മോളാർ, 0.02 മോളാർ, അങ്ങനെ ഇലക്ട്രോലൈറ്റ് പല രീതിയിലാണ് നമ്മൾ എടുക്കുക. ഒരേ ഇലക്ട്രോലൈറ്റ് തന്നെ പല കോൺസെൻട്രേഷനിലും നമ്മൾ എടുക്കും അല്ലേ. അപ്പോൾ ഒരേ ഇലക്ട്രോലൈറ്റ് തന്നെ കോൺസെൻട്രേഷൻ മാറും തോറും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റിയും മാറും. ഇപ്പോൾ 1 മോൾ KCl-ന്റെ ഒരു ഇലക്ട്രോലൈറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. 1 മോളാർ ഉണ്ടാക്കാം, 2 മോളാർ ഉണ്ടാക്കാം, 0.1 മോളാർ ഉണ്ടാക്കാം, 0.01 മോളാർ ഉണ്ടാക്കാം. ഇതെല്ലാം KCl സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് അയോൺസ് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവർ ഓരോരുത്തരും തരുന്ന കണ്ടക്ടിവിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് കണ്ടക്ടിവിറ്റി വേരീസ് വിത്ത് കോൺസെൻട്രേഷൻ. അപ്പൊ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇലക്ട്രോലൈറ്റ് എടുത്തു വെച്ചിട്ട് തിയറി പറയുന്നത് എങ്ങനെയാണ്, ഈ ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്താൽ, പുറത്തുനിന്ന് വാട്ടർ ആഡ് ചെയ്താൽ, ദാറ്റ് മീൻസ് നമ്മൾ ഡൈല്യൂഷൻ നടത്തുന്നു എന്ന് പറയാം അല്ലെ. ഓക്കെ, ഡൈല്യൂഷൻ നടത്തുന്നു, അപ്പോൾ ഉള്ള ചേഞ്ച് ആണ്. ഇലക്ട്രോലൈറ്റിലേക്ക് കുറേ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും, കൂടുവോ കുറയോ, അതാണ് പഠിക്കുന്നത്. അത് സ്പെസിഫിക് കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും, മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും, അത് രണ്ടും പഠിക്കണം. ഓക്കെ, അപ്പൊ ഈ ഡൈല്യൂഷൻ നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണ്. കാരണം നമ്മൾ വാട്ടർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വോളിയം കൂടും, പക്ഷെ നമ്പർ ഓഫ് അയോൺസ് റിമൈൻസ് സെയിം. ഓക്കെ, അപ്പോൾ വോളിയം കൂടുന്നത് കൊണ്ട് കോൺസെൻട്രേഷൻ കുറയുള്ളൂ, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഡൈല്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണെന്നുള്ള പോയിന്റ് മനസ്സിൽ ഓർത്തു വെച്ചോളാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കണം സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ അനുസരിച്ച് എങ്ങനെ വേരി ചെയ്യും, മോളാർ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ അനുസരിച്ച് എങ്ങനെ വേരി ചെയ്യും എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ആണ് പറയാൻ പോകുന്നത്. സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്
യൂണിറ്റ് വോളിയം സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ആണ് എന്ത്? സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. ഇനി യൂണിറ്റ് വോളിയം സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് അയോൺസ് ഉണ്ടോ അതനുസരിച്ചായിരിക്കും സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. നമ്പർ ഓഫ് അയോൺസ് കൂടുമ്പോൾ കണ്ടക്ടിവിറ്റിയും കൂടും അല്ലെ? നമ്പർ ഓഫ് അയോൺസ് കുറയുമ്പോൾ കണ്ടക്ടിവിറ്റിയും കുറയും. ഓക്കെ, ഈ സ്പെസിഫിക് കണ്ടക്ടിവിറ്റിയെ തന്നെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്നും പറയാറ് കേട്ടോ. വെറുതെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാലും സ്പെസിഫിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ കണ്ടക്ടിവിറ്റി കുറയും വെൻ നമ്പർ ഓഫ് അയോൺസ് ഡിക്രീസസ്. ഈ രണ്ട് കാര്യങ്ങൾ അറിയാം. ഇനി നമ്മളിവിടെ വാട്ടർ ആഡ് ചെയ്യുവാണ് അല്ലേ, നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുവാണ്. എഫക്ട് ഓഫ് ഡൈല്യൂഷൻ ആണ് നമ്മൾ പറയുന്നത് തിയറി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വാട്ടർ ചേർത്ത് കൊടുക്കുന്നു. വാട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ വോളിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടി കൂടി വന്നുകൊണ്ടിരിക്കും അല്ലേ? വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വോളിയം, ടോട്ടൽ വോളിയം കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, വോളിയം കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നോക്കിക്കോട്ടോ, നോക്കി, ഞാൻ ആദ്യം ഒരു യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്തു. ഈ യൂണിറ്റ് വോളിയത്തിന്റെ ഉള്ളില് കുറച്ച് നമ്പർ ഓഫ് അയോൺസ്, ഇതിന്റെ ഉള്ളില് കുറച്ച് നമ്പർ ഓഫ് അയോൺസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, പുറമെയാണ് ഞാൻ വാട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വോളിയം കൂടി. വോളിയം കൂടി കഴിയുമ്പോൾ ഇത്രയും അയോൺസിന് ഇവിടെ ഇങ്ങനെ തിങ്ങിയിരിക്കേണ്ട കാര്യമില്ല. നേരത്തെ വോളിയം അനുസരിച്ചാണ് അവർ ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ വോളിയം കൂടുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്പർ ഓഫ് അയോൺസ് ഒക്കെ പുറത്തേക്ക് പോകും. കണ്ടോ? അതായത് അയോൺസ് ആർ മൂവിങ് ഫാസ്റ്റർ വെൻ വോളിയം ഇൻക്രീസസ്. സ്ഥലം കൂടുമ്പോൾ അയോൺസ് കൂടുതൽ കൂടുതൽ അകന്നകന്ന് പോവില്ലേ? അവർക്ക് ഇരിക്കാൻ കുറേ സ്ഥലം കിട്ടി. അപ്പോൾ അവരിങ്ങനെ അകന്നകന്ന് പോവും. അപ്പോൾ ഈ വോളിയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിരുന്ന അയോൺസ് പുറത്തേക്ക് ചാടാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിലെ നമ്പർ ഓഫ് അയോൺസ് എന്ത് ചെയ്തു പോവാ? ഇതേ കുറഞ്ഞു പോവാണ്. വോളിയം കൂടും തോറും യൂണിറ്റ് വോളിയത്തിൽ ഇരുന്നിരുന്ന അയോൺസിന്റെ നമ്പർ കുറഞ്ഞു പോവാണ്. നമ്പർ ഓഫ് അയോൺസ് കുറയുമ്പോൾ കണ്ടക്ടിവിറ്റിയും കുറയും. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യും തോറും വോളിയം കൂടി വരും. വോളിയം കൂടി വരും തോറും അയോൺസ് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് യൂണിറ്റ് വോളിയത്തിൽ പ്രസന്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് അയോൺസ് കുറഞ്ഞു വരും, കണ്ടക്ടിവിറ്റി കുറഞ്ഞു വരും. That means during dilution specific conductivity decreases എന്ന് നമുക്ക് ജനറൽ ആയിട്ട് പറയാം. Okay, because number of ions present in unit volume decreases. Okay, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Then molar conductivity എങ്ങനെ വേരി ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി ആണ്. അത് ഡൈല്യൂഷൻ അനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നതാണ് പഠിക്കാൻ പോകുന്നത്. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈല്യൂഷൻ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, രണ്ടും ഒന്ന് തന്നെ. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. അപ്പൊ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ചോദിച്ചാലും ഡൈല്യൂഷൻ ചോദിച്ചാലും ഒരേ ആൻസർ ആണ്. വൈൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ചോദിച്ചാൽ നമ്മൾ എന്താണോ പഠിച്ചു വെക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞോളണം. ഓക്കെ, മിക്കവാറും ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ തന്നെയാണ് ചോദിക്കുക, അല്ലെങ്കിൽ ഡൈല്യൂഷൻ ആണ് ചോദിക്കുക. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ, എന്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു വെക്കുന്നു അതിൻ്റെ നേരെ തിരിച്ച് ആൻസർ ചെയ്തിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ ഇലക്ട്രോലൈറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. നമുക്കറിയാം ഇലക്ട്രോലൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ആൾക്കാർ 100% ഡിസോസിയേറ്റ് ചെയ്യും. 100% അയോൺസും അതിൽ പ്രൊഡ്യൂസ്ഡ് ആയിരിക്കും. ഒരാൾ പോലും അൺഡിസോസിയേറ്റഡ് ഫോമിൽ ആ സൊല്യൂഷനിൽ ഉണ്ടാവില്ല. ബട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കാര്യത്തിൽ എപ്പോഴും 1% മാത്രമേ നമ്പർ ഓഫ് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. ബാക്കി അൺഡിസോസിയേറ്റഡ് ഫോം ഉള്ള ആൾക്കാരും ആ സൊല്യൂഷനിൽ പ്രസന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സിനെയാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കുക. അതായത് ഒരു ലെസ് ദാൻ 50% ഒക്കെ ആയിരിക്കും മിക്കവാറും അവരുടെ ഡിസോസിയേഷൻ്റെ റേറ്റ് വരിക. ഓക്കെ, എന്തായാലും 100 ഉണ്ടാവില്ല, 100ൽ താഴെ ഒരു ഡിസോസിയേഷനെ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ഫോമും ഉണ്ടാവും, ഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ഫോമും ഉണ്ടാവും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ അൺഡിസോസിയേറ്റഡ് ഫോം ഉണ്ട്, പക്ഷെ ഇവിടെയോ എടുത്ത ആൾക്കാർ മുഴുവനും അയോൺസ് ആണ്. ഇവിടെ അൺഡിസോസിയേറ്റഡ് ഫോം ഉണ്ടെന്ന് പറഞ്ഞാൽ അയോൺസ് അല്ലാത്ത ഫോമും ഉണ്ട്. അപ്പോൾ വീക്കിന്റെ കാര്യത്തിൽ അയോൺസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കണ്ടക്ടിവിറ്റി തരുള്ളൂ. ഈ പാർട്ടിന് കണ്ടക്ടിവിറ്റിയിൽ യാതൊരു റോളും ഇല്ല.
അപ്പൊ എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്യുന്നോ, എത്ര പെർസെൻറ്റേജ് ഡിസോസിയേറ്റ് ചെയ്യുന്നോ അതനുസരിച്ചാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി വരിക. അത് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആദ്യം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യം നോക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യത്തിൽ നമ്പർ ഓഫ് അയോൺസ് ഓൾറെഡി മാക്സിമം ആണ്. എടുത്ത ആൾക്കാർ മുഴുവനും അയോൺസ് ആയിട്ട് അവിടെ പ്രസന്റ് ആണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇലക്ട്രോലൈറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡൈല്യൂട്ടിങ് ദ സൊല്യൂഷൻ അല്ലേ. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വോളിയം ആണ് കൂടുന്നത്. ഓക്കെ, അപ്പൊ വോളിയം കൂടി വരും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ ഓഫ് അയോൺസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമ്പർ ഓഫ് അയോൺസിൽ ചേഞ്ച് ഒന്നും വരില്ല. ഇവർ കൂടുതൽ അകന്നകന്ന് പോവാൻ തുടങ്ങും അല്ലെ, അകന്നകന്ന് പോവാൻ തുടങ്ങും. ആ ഒരു കാര്യം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ ആഡ് ചെയ്യും തോറും ഈ അയോൺസ് കൂടുതൽ അകന്നകന്ന് പോവാൻ തുടങ്ങും. അകന്നു പോകുമ്പോഴുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയോൺസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു പോവാ. അകന്നകന്ന് പോകും തോറും വോളിയം കൂടും തോറും അകന്നു പോകും തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുവാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുമ്പോൾ നേരത്തെ മൂവ് ചെയ്തതിലും സ്പീഡിൽ ഇവർക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. നേരത്തെ ഇരുന്നതിലും കൂടുതൽ സ്പീഡിൽ ഇവർക്ക് മൂവ് ചെയ്യാം. ബിക്കോസ് രണ്ടുപേര് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇപ്പൊ നെഗ്ലിജിബിൾ ആണ്, വീക്ക് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ മറ്റതിനെ നോക്കാതെ ഇയാൾക്ക് സ്പീഡിൽ മൂവ് ചെയ്യാം. അപ്പോഴും കണ്ടക്ടിവിറ്റി കൂടുവാണ് ചെയ്യുന്നത്. മൂവ്മെന്റ് ഓഫ് അയോൺസ് കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡൈല്യൂട്ട് ചെയ്യും തോറും അയോൺസിനിടയിലുള്ള സ്പേസ് കൂടുന്നു, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു, മൂവ്മെന്റ് കൂടുന്നു, കണ്ടക്ടിവിറ്റി കൂടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഗ്രാജുവലി വാട്ടർ ചേർക്കും തോറും ഗ്രാജുവലി പയ്യെ ഒരു കോൺസ്റ്റന്റ് മാനറിൽ ഇങ്ങനെ കണ്ടക്ടിവിറ്റി കൂടി വരുന്നത് കാണാൻ പറ്റും. എത്ര വാട്ടർ ചേർക്കുന്നു അതനുസരിച്ച് ഇങ്ങനെ കണ്ടക്ടിവിറ്റി പയ്യെ കൂടി വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗ്രാജുവൽ ഇൻക്രീസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇങ്ങനെയാണ് കണ്ടക്ടിവിറ്റി കൂടി പോവുക. ഓക്കെ, അപ്പോൾ അതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. വോളിയം കൂടുന്നു, അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കൂടുന്നു. ഓക്കെ, ദെൻ ഇവിടെ രണ്ടാമത്തെ കേസിൽ വേരിയേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി ഇവർക്ക് ഫുൾ ഡിസോസിയേഷൻ ഇല്ല, വളരെ കുറച്ചു പേര് മാത്രം അയോൺസ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സ്ട്രോങ്ങിനേക്കാളും ഇപ്പോൾ അവർ തരുന്ന കണ്ടക്ടിവിറ്റി കുറവാണ്, അയോൺസിന്റെ നമ്പർ കുറവാണ്. അൺഡിസോസിയേറ്റഡ് ആയിട്ടാണ് കുറെ പേര് ഇരിക്കുന്നത്, അവർക്ക് കണ്ടക്ടിവിറ്റിയിൽ യാതൊരു റോളും ഇല്ല. പക്ഷെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈല്യൂഷൻ നടത്തും തോറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടി വരും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടി വരും. ഓസ്വാൾഡ് ഡൈല്യൂഷൻ ലോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടി വരും. അപ്പൊ നമ്മൾ വാട്ടർ ചേർക്കും തോറും കൂടുതൽ അയോൺസ്, ഈ അൺഡിസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് പയ്യെ സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും. കൂടുതൽ അയോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്പർ ഓഫ് അയോൺസ് അവിടെ കൂടാൻ തുടങ്ങും. ഇപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ ഓഫ് അയോൺസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് അയോൺസ് കൂടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്പർ ഓഫ് അയോൺസ് കൂടുന്തോറും കണ്ടക്ടിവിറ്റി കൂടി വരും. അപ്പൊ ഇവിടെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടുന്നു ബിക്കോസ് when we are diluting, degree of dissociation is increasing. Undissociated ആയിട്ട് കിടന്ന ആൾക്കാർ വരെയും സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും. അതിൽ നിന്നൊക്കെ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ അയോൺസ് കറണ്ട് ക്യാരി ചെയ്യുന്നതുകൊണ്ട് കണ്ടക്ടിവിറ്റി കൂടി വരും. ഓക്കെ, അപ്പോൾ വാട്ടർ ചേർക്കും തോറും കണ്ടക്ടിവിറ്റി കൂടി വരും. ആ ഇൻക്രീസ് വളരെ സ്റ്റീപ്പായിരിക്കും, നമുക്ക് കാണാൻ പറ്റും. ആദ്യം വളരെ കുറഞ്ഞിങ്ങനെ നിൽക്കുക, കാരണം നമ്പർ ഓഫ് അയോൺസ് കണ്ടമാനമൊന്നും ഇല്ല. പക്ഷെ വെള്ളം ചേർക്കും തോറും അയോൺസിന്റെ നമ്പറിൽ വ്യത്യാസം വരും, കണ്ടക്ടിവിറ്റി ഷൂട്ടപ്പ് ചെയ്ത് കയറും. ഇവിടെ ഒരു ഗ്രാജുവൽ ഇൻക്രീസാ, പയ്യെ ആണ് കയറുന്നത്. ഒരു കോൺസ്റ്റന്റ് വാല്യൂ വെച്ചാണ് കൂടി പോകുന്നത്. പക്ഷെ ഇവിടെ വളരെ ലോവർ വാല്യൂവിൽ നിന്നാള് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ കൂടാൻ തുടങ്ങും. കാരണം ഇവിടെ നമ്പർ ഓഫ് അയോൺസിൽ എന്ത് വരുന്നുണ്ട്, ഇൻക്രീസ് വരുന്നുണ്ട്. അപ്പൊ കണ്ടക്ടിവിറ്റി പെട്ടെന്ന് കൂടാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. സ്ട്രോങ്ങിനും വീക്കിനും ജനറലി കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് തന്നെയാണ്. പക്ഷെ അത് രണ്ട് റീസൺസ് കൊണ്ടാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യത്തിൽ ഓൾറെഡി ഫുൾ അയോൺസ് ആർ പ്രസന്റ് ദെയർ. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ
അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നതുകൊണ്ട് മൂവ്മെന്റ് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് അയോൺസ് കീപ്സ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവിടെ മൂവ്മെന്റ് കൂടുന്നത് കൊണ്ടുള്ള കണ്ടക്ടിവിറ്റിയിലെ ഇൻക്രീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു ഗ്രാജുവൽ ഇൻക്രീസ് ആയിരിക്കും, പയ്യെ പയ്യെ കൂടി വരുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് അവർക്ക് ഇപ്പോൾ ഉള്ള അയോൺസിന്റെ നമ്പർ വളരെ കുറവാണ്. അപ്പൊ ഇനീഷ്യലി അവരുടെ കണ്ടക്ടിവിറ്റി കുറവായിരുന്നു. പക്ഷെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടി വരും. ദാറ്റ് മീൻസ് അൺഡിസോസിയേറ്റഡ് ആയിട്ട് കിടന്ന ആൾക്കാർ വരെയും അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്പർ ഓഫ് അയോൺസ് കൂടും. നമ്പർ ഓഫ് അയോൺസ് കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവിടെ ലോവർ വാല്യൂവിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇൻക്രീസ് ആണ് ഉണ്ടാവുക. ഇതാണ് ഇവരുടെ വ്യത്യാസം. അപ്പൊ നമുക്ക് ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ഗ്രാഫ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു മോളാർ കണ്ടക്ടിവിറ്റിയെ നമ്മൾ ലാംഡ എം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഡൈല്യൂട്ട് ചെയ്യും തോറും മോളാർ കണ്ടക്ടിവിറ്റി ഡൈല്യൂഷൻ നടത്തും തോറും ലാംഡ എം എന്ത് ചെയ്തു വരും? കൂടി കൂടി വരുന്നു നമ്മൾ കണ്ടു. ജനറൽ ആയിട്ട് കൂടി വരുവാണ്. ഓക്കെ, അത് സ്ട്രോങ്ങിനാണെങ്കിലും വീക്കിനാണെങ്കിലും മോളാർ കണ്ടക്ടിവിറ്റി കൂടിയാണ് വരുന്നത്. ഓക്കെ, ഈ ഡൈല്യൂഷൻ നമ്മൾ നടത്തി നടത്തി നടത്തി, അതായത് വെള്ളം ഒഴിച്ച് 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 ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എത്തുമ്പോൾ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചേർക്കാവുന്നതിന്റെ മാക്സിമം വാട്ടർ നമ്മൾ ചേർത്തു. അപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ 0 ആയി എന്ന് പറയാം. വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ, അയോൺസും ഇലക്ട്രോലൈറ്റും ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0 എന്ന് പറയാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഡൈല്യൂഷൻ അതിന്റെ മാക്സിമം എത്തിയെങ്കിൽ കണ്ടക്ടിവിറ്റി വാല്യൂവും അതിന്റെ മാക്സിമം എത്തിയിട്ടുണ്ടാവും. ഡൈല്യൂഷൻ അനുസരിച്ച് കണ്ടക്ടിവിറ്റി കൂടിയല്ലേ വരണേ? അപ്പൊ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റി മാക്സിമം ആയിരിക്കില്ലേ? ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി produced at infinite dilution is known as limiting molar conductivity. Limiting ആണെന്ന് കാണിക്കാൻ നമ്മൾ മുകളിൽ ഒരു 0 ചേർത്ത് കൊടുക്കും. ഇതാണ് ലാംഡ 0m. ഓക്കെ, കണ്ടക്ടിവിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ എനി ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഇതാണ് ആ ഇലക്ട്രോലൈറ്റിന് തരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ഓഫ് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇതെല്ലാം റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ ആണ് ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ 0m മൈനസ് a റൂട്ട് c. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഇക്വേഷൻ അറിയപ്പെടുന്നത് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വെച്ചിട്ട് ഗ്രാഫ് വരച്ചാൽ ഇതിപ്പോ നിങ്ങൾ മാത്സിൽ പഠിച്ചതുപോലെ y = mx + c എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണെന്നും നിങ്ങൾക്കറിയാം. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ y = പകരം ലാംഡ m = എന്നാണ് കിടക്കുന്നത്. ഇനിയോ mx രണ്ടെണ്ണം ഉള്ളത് അല്ലെ, എമ്മും വേണം എക്സും വേണം. ദാ ഇവിടെ അങ്ങനെ ഈ ടേം ആണുള്ളത്, a റൂട്ട് c. ഇതില് വേരി ചെയ്യുന്നത്, നമ്മളിവിടെ വേരി ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇവിടെ റൂട്ട് c ആണ് എക്സ്. വേരി ചെയ്യുന്നത് എന്താണോ അതല്ലേ എക്സ്. വേരി ചെയ്യുന്നത് എന്താണോ അതാണ് എക്സ് ആയിട്ട് എടുക്കണ്ടേ. ഇവിടെ നമ്മൾ വേരി ചെയ്യിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ റൂട്ട് c ആണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ നമ്മൾ m സ്ലോപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇവിടെ പ്ലസ് വേണ്ടതുകൊണ്ട്, കാരണം നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ നടുക്ക് പ്ലസ് ആ കിടക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് ആക്കി കൊടുത്ത് ഈ മൈനസിനെ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യണം. അതായത് സ്ലോപ്പിന്റെ കൂടെയാണ് ഈ മൈനസ് കൊടുക്കേണ്ടത്. സ്ലോപ്പ് -a ആണ്, m = -a ആണ്. ഓക്കെ, ഇനി c എന്ന് പറയുന്നതാണ് ലാംഡ 0m. ഓക്കെ, ഇത് നോക്കുമ്പോൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനിന്റെ അതേ ഫോർമാറ്റിൽ കിടക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇത് വെച്ചൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ലാംഡ എമ്മും y എന്ന് പറയുന്നത് ലാംഡ എം ആണ്, x എന്ന് പറയുന്നത് റൂട്ട് c ആണ്. ഇത് വെച്ചിട്ടൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും എന്നാണ് അർത്ഥം അല്ലെ. ഇന്റർസെപ്റ്റ് ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? 0യിൽ മുട്ടിച്ചു വരയ്ക്കാൻ പാടില്ല. ഇനി സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഫോർ ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഫോർ ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഒബേ ചെയ്യുന്നത് ആര് മാത്രമാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മാത്രമാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മാത്രമേ ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ ഒബേ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു ഗ്രാജുവൽ ഇൻക്രീസ് വരുന്നത് ആർക്ക് മാത്രമാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് മാത്രമാണ്. അപ്പൊ ഇക്വേഷൻ ഒബേ ചെയ്യുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മാത്രമാണ്. അത് ദേ ഇവിടെ കാണിച്ചിട്ടുണ്ട്.
ഉണ്ടോ? പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടുന്നത് എങ്ങനെയാ? ഒരു സ്റ്റീപ്പ് ലൈൻ ആണല്ലേ, വളരെ കുറഞ്ഞു നിന്ന വാല്യൂയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇൻക്രീസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഒബേ ചെയ്യുന്നില്ല. ഇപ്പൊ ഗ്രാഫ് വരച്ചു നോക്കിക്കൊണ്ട് നമുക്കൊരു ഇലക്ട്രോലൈറ്റ് തന്നു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് അറിയാൻ പറ്റും. ലാംഡായും റൂട്ട് സിയും കൂടി ഗ്രാഫ് വരച്ചു നോക്കുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്ന ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ സ്ട്രോങ് ആയിരിക്കും, സ്ട്രൈറ്റ് ലൈൻ കിട്ടാത്ത ഇലക്ട്രോലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷനിൽ നിന്ന് പഠിക്കേണ്ടത്. ഇക്വേഷൻ എന്താണ്, ഗ്രാഫ് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കണ്ടക്ടിവിറ്റി റിലേറ്റ് ചെയ്ത ടോപ്പിക്സിൽ നിന്ന് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഏരിയാസ്. ഇത്രയും നന്നായിട്ട് പഠിക്കുക. തിയറി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് കൂടുതലും ചോദിക്കാറ്. അപ്പോൾ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.